അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 47. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്രായുടെ സംഭവ ഇന്നലെ ഞാൻ നിങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ ഇനിയുള്ളത് മിഅ്റാജാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ചെന്ന പോലെ വറഅ അജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദല്ലാഹൂതി കമ്മില്ലദുന്നീയിൻ ഹവാഹു ഉലൂമ. എല്ലാ അത്ഭുതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മിഅ്റാജ് രണ്ട് കാണ്ട്. അപ്പം മിഅ്റാജ് പോണ്ടാട്ടി മുന്നോളൂ ബൈത്തുൽ മുഖദ്ദസിലാണ് മിഅ്റാജ് തുടങ്ങുന്നത്. ആ വലിയ യാത്രക്ക് റെഡി ആവിടാട്ടി മുന്നോളൂ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾ ഒരു ടെസ്റ്റ് ആക്കിട്. ഒരു 4 പാത്രത്തെ കൊടുന്നിട്ട് അവിടെ വെക്കിട്. ഒന്നൊരു പാല്, പിന്നൊന്നൊരു കള്ള്, പിന്നൊന്നൊരു തന്നി, പിന്നൊന്നൊരു തേന്. ഈ 4 പാത്രത്തെ കൊടുന്നിട്ട് വെച്ചിട്ട് ഒന്ന് തെരഞ്ഞെടുക്കൊടുന്ന് ചൊല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പാലിന്റെ എടുക്കിട്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം ചൊല്ലു ഇഖ്തർതൽ ഫിത്ര, നിങ്ങൾ ശരിയായതേ തെരഞ്ഞെടുത്തരെന്ന് ചെന്നിട്ടു തന്റെ കൂടെ യാത്ര പണ്ടെങ്കിത്തെ സഹയാത്രിക്കടെ പക്വത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ടെസ്റ്റ് ആക്കിയ പോലെ ഫസ്റ്റ് അങ്ങനെ പാലിന്റെ തെരഞ്ഞെടുത്തപ്പ നിങ്ങൾ ശരിയായതേ തെരഞ്ഞെടുത്തറ്, നിങ്ങൾ ഫിത്രത്തിലുള്ളാറ് നല്ല തെരുളുള്ളാറെന്ന് ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ രൂപത്തിലും റെഡിയാക്കിയിട്ട് ഇനി വലിയൊരു യാത്രക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരുങ്ങൊടും. അപ്പൊ യാത്ര പോണ്ട ആൾമാർക്ക് ഇതിൽ വലിയ ഒരു പാഠമുണ്ട്. യാത്ര പോകുമ്പോ പല ഹറാമായതെല്ലാം നമുക്ക് കിട്ടും. വിമാനത്തിൽ യാത്ര പോകണ്ട നമുക്ക് ഗൊന്താവും, ലോഡ്ജില്, അതുപോലെ പ്ലെയിനില്, കോൺഫറൻസ് ഹാളിലെല്ലാം എന്തെല്ലാം ഹറാമായ ഭക്ഷണമെല്ലാം നമുക്ക് കിട്ടുമ്പോ ഹലാലായത് മാത്രം തിരഞ്ഞെടുക്കാം. വിമാനത്തിൽ പോകുമ്പോ ഏതോ എയർലൈൻസിൽ ഞങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോ അവിടെ പന്നിരച്ച് കൊണ്ടുവണ്ടെങ്കിൽ താൽമാർ വിമാനത്തിലേക്ക് വാറും, കള്ളു കൊണ്ടുവണ്ടെങ്കിൽ താൽമാറിക്കുവാറ്. അപ്പൊ ഞാൻ അപ്പുറം ഇപ്പുറം നോക്കടെ. അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ എന്റെ ഗുരുത്ത താൽമാർ ആറുമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കള്ളെടുത്ത് കുടിക്കണമാ അല്ലെങ്കിൽ പന്നിരച്ച് തിന്നണമാ. ഇങ്ങനത്തെ അവസ്ഥ യാത്രയിൽ ഉണ്ടാവുക തീരാ. ഹറാമായതൊന്നും യാത്രയിൽ യൂസ് ആക്കുക തീരാൻ ചൊല്ലെങ്കിൽ ഒരു പാഠവും കൂടി നമുക്ക് ഇതിൽ പഠിക്കാം. അപ്പൊ ഏതായാലും ഇക്കട്ട് മസ്ജിദുൽ അഖ്സത്തെ അത്ഭുതകരമായ ഒരു ലിഫ്റ്റ് സംവിധാനത്തിലാണ് ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിപ്പോണ്ട്. അങ്ങനെ കയറിപ്പോകുമ്പോ ഒരാൾ എപ്പോഴും യാത്ര ആക്കണമെങ്കിൽ ആള് ജിബ്രീൽ അലൈഹി സ്വലാം അനുഭവിയാണ്, പിന്നൊരാൾ അനനുഭവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രത്തോളം അങ്ങനെ യാത്ര ആക്കിയിട്ട് കൊന്തില്ല. ജിബ്രീൽ അലൈഹി സ്വലാമുകു യാത്ര പോകുമ്പോൾ തണ്ണീര് അകത്തിയില്ല, ഓക്സിജന്റെ അകത്തിയില്ല, എന്തും വേണ്ട. അതേസമയത്ത് പിന്നൊരാൾ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇൻസാനല്ലേ. ആ നബി തങ്ങൾ സാധാരണ യാത്ര പോകുമ്പോൾ തണ്ണി വേണ്ടേ, ഓക്സിജൻ വേണ്ടേ, എല്ലാം വേണം. പക്ഷെ ഇവിടെ എന്തും ഇല്ലാത്ത രൂപത്ത് അത്ഭുതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ആക്കിയതാണ്. 100 എന്തൊരകത്യവും നബി തങ്ങൾ ഇല്ല. അങ്ങനെ മസ്ജിദുൽ അഖ്സത്തെ 7ാം ആകാശത്തേക്ക് ഉള്ള യാത്ര തുടങ്ങുക, അതാണ് മിഅ്റാജ്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് ഈ മിഅ്റാജിനെ പറ്റി ചൊന്നിട്ട് കാണില്ല. സൂറത്തുൻ നജ്മില് ചെറിയൊരു സൂചന എല്ലാം കണ്ട് ഇസ്രായില് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ. അവിടെ ആ ചെന്നവിടെ മിഅ്റാജിനെ പറ്റി ചൊന്നിട്ടില്ല. അസ്റാ ബി അബ്ദിഹി തന്റെ അടിമകളെ കൊണ്ട് അള്ളാഹു ഇസ്രാ നടത്തിയ എപ്പോ ലൈലൻ ജാവു. പക്ഷെ ആ ഇസ്രാ ചൊന്നവിടമേ മിഅ്റാജിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചില്ല. എന്തേന്ന് ചൊന്നെങ്കിൽ വലിയ അത്ഭുതമാണ്. ലൈലൻട്ടാണ് ഖുർആനിൽ ചൊന്നത്, ജാവുകു നടത്തിയാൻ. മിഅ്റാജ് പോകുമ്പോ ആ ജാവു കാണാൻ സാധ്യമാവില്ല. ചെന്നെങ്കിൽ ഭൂമിയുടെ ഏകദേശം കൊറിയ മേൽ പോകുമ്പോ അതിരാട്ടിയപ്പുറം ചിമ്മയില്ല, അതിരാട്ടിയപ്പുറം ഫുള്ളു പോളെ വെളിച്ചമേ. അപ്പോ ലൈലൻ രാത്രിയിൽ ഇസ്രാ നടത്തിരാൻ ചൊല്ലവിടെ അവിടെമേ മിഅ്റാജിനെ പറ്റിയും ചൊന്നെങ്കിൽ മിഅ്റാജും ജാവുൽ നടന്നേണ്ടാവും. മിഅ്റാജ് ജാവുൽ നടന്നരല്ല, മിഅ്റാജ് മേൽ പോകുമ്പോ വെളിച്ചാണ് അവിടെ ഫുള്ള്, ജാവൊന്നും കാണാൻ സാധ്യയില്ല, വെളിച്ചമേ കാണ്ടേ. അപ്പൊ ആ ഇസ്രാ ജാവുൽ നടന്നേന് ചൊന്ന അതേ ജാഗയിൽ മിഅ്റാജിനെ പറ്റിയും അള്ളാഹു ചൊന്നരെങ്കിൽ അള്ളാഹു ഗോളശാസ്ത്രം ഒന്നും ഇല്ലാണ്ടാവും. ഖുർആന്റെ സവാല് ഖിയാമത്ത് നാളത്തോളം ബാക്കിയാവണ്ടേ, അത് ഇല്ലാണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല. വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ അല്ലാത്ത ആൾമാരെ ഇറക്കിയിടും കയ്യിൽ ചെമ്മ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസമെല്ലാം നമുക്ക് കാണത്ത്. പക്ഷെ ഖുർആന്റെ ഒരു പദത്തില ഒരു പുള്ളില ഒരു അഭിപ്രായ വ്യത്യാസവും ലോകത്തുള്ള ഒരാൾക്കും ഇത്രത്തുള്ള ചൊല്ലവും സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ ജാവു ചിമ്മല് ഇസ്രാ നടത്തിയെങ്കിത്ത അള്ളാഹു ചൊന്ന അതേ ജാഗയില് മിഅ്റാജിനെ പറ്റി അള്ളാഹു വിശദീകരിക്കാത്ത മിഅ്റാജ് ചിമ്മലല്ല, ഭൂമിയുടെ കൊറിയ മേൽ പോയപ്പോ വെളിച്ചമേ അവിടെ ചിമ്മയില്ലേ. അതുകൊണ്ടാണ് മിഅ്റാജിൽ അവിടെ വിശദീകരിക്കാത്തതിന്റെ ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക് ചെല്ലാം. അപ്പൊ ഏതായാലും യാത്ര തുടരും. ആകാശത്തെ മുട്ട പോണ്ടു. അങ്ങനെ 1ാമത്തെ ആകാശത്ത് അവിടെ എത്തിയപ്പ 6 കേക്കിടാറ്. ഇത് ജിബ്രീൽ അലൈഹി ഇസ്ലാമുണ്ട് ചൊല്ലു. കൂടെ ഉള്ളത് 6 കേട്ടപ്പ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയും ചൊന്നപ്പ
ഡോർ ഓപ്പൺ ആക്കിടാറ് പോണ്ടു. പോയി നോക്കുമ്പോൾ അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിടെ കാണ്ട് മർഹബം ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യ് സ്വാലിഹിൻ ചൊന്നിട്ട് സ്വാഗത്താക്കിട്. ആദം നബി ബാപ്പ സ്വാഗത്താക്കിട്, നന്റെ നല്ല മോണുകു സ്വാഗത്ത, സ്വാലിഹായ നബിക്കു സ്വാഗത്താൻ ചൊല്ലു. പ്രവിശാലമായ വലിയ ഒന്നാമത്തെ ആകാശ. അവിടെ പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളു, പല മലായിക്കത്തും ഉള്ളാറ്. ഓരോ മലായിക്കത്തുക്ക് വ്യത്യസ്ത ഡ്യൂട്ടി ഉണ്ട്. അവിടെയാണ് അബ്ബ തെച്ചിട്ടുള്ളത്. ബൈത്തുൽ മുഖദ്ദസിലിന്നത്തെ അതേ ബാപ്പ എത്രയും പെട്ടെന്ന് നബിത്തങ്ങ പോണ്ടാട്ടി മുന്നൂറ് ഒന്നാമത്തെ ആകാശത്ത് എത്തിയിട്ട് അള്ളാഹു താല അതെല്ലാം സാധ്യ. അങ്ങനെ രണ്ടാമത്തെ ആകാശത്ത് പോയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ടൂറിന് വലിയ ഗംഭീരാക്കുവാനായിട്ട് അവിടെ സ്വീകരണ പരിപാടി അള്ളാഹു ഉണ്ടാക്കിയത്. രണ്ടാമത്തെ ആകാശത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഈസാ നബി അലൈഹി സ്വലാം യഹ്യാ നബി അലൈഹി സ്വലാം രണ്ടാളും കുടുംബക്കാർ സംബന്ധത്താണ്. അതിൽ ഒന്ന് മരിച്ചങ്കത്തെ നബി യഹ്യാ നബി അലൈഹി സ്വലാം, പിന്നൊന്ന് ഹയാത്തുള്ളങ്കത്തെ നബി, അതാണ് ഈസാ നബി അലൈഹി സ്വലാം. സ്വാഗത കമ്മിറ്റിയിൽ മരിച്ച ആളുണ്ട്, മരിക്കാത്തങ്കത്തെ ആളുണ്ട്. രണ്ടാളെയും അള്ളാഹു നിയമിച്ചിട. ഈസാ നബി അലൈഹി സ്വലാം യഹ്യാ നബി അലൈഹി സ്വലാം രണ്ടാമത്തെ ആകാശത്തുള്ളാർ. മൂന്നാമത്തെ ആകാശത്ത് പോയി നോക്കുമ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അതേ സൗന്ദര്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കാണുക സാധ്യമാവും. സൗന്ദര്യത്തിൽ എന്നും കൊറടിയില്ല. നാലാമത്തെ ആകാശത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അഞ്ചാമത്തെ ആകാശത്ത് പോയി നോക്കുമ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം സ്വീകരിക്കട്. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാം സ്വീകരിക്കട്. ഏഴാമത്തെ ആകാശത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റെഡിയായിട്ട് നിന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കട്. അതാണ് ഹദീസിൽ ഞങ്ങൾ ഓതിട്ടിന് നബി തങ്ങളൊട്ടിಗೆ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലു, നിങ്ങളെ ഉമ്മത്തിന് നന്റെ സലാം ചൊല്ലണു, സ്വർഗാൻ ചൊന്നെങ്കിൽ നല്ല ഫല എടുക്കുക, അവിടെക്കെത്ത് നല്ല മണ്ണും ചൊന്നിട്ടു അങ്ങോട്ടേക്ക് പടിപ്പാട്ടുന്നു. അവിടെ ബിത്തുകു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ല ഈ എളുപ്പമായ ദിക്ർ അങ്ക് ചൊന്നു കൊടുക്കണു. ഇത് അങ്ങ് എത്ര യാറ ചൊന്നരെങ്കിൽ അത് സ്വർഗത്തുള്ള കൃഷിയായിട്ടേക്ക് നമുക്ക് നിങ്ങൾ പടിപ്പാട്ടി കൊടുക്കണുണ്ട് ചൊല്ലു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിടെ നോക്കുമ്പോൾ ബൈത്തുൽ മഅമൂർ ഇങ്ങനെ ചാഞ്ഞി വെച്ചിട്ട്, ബൈത്തുൽ മഅമൂർ ചൊന്നെങ്കിൽ ആകാശത്തുള്ള ഒരു കഅബാണ്. ಅದಕ್ಕೆ ಮಲಾಯಿಕತ್ 470,000 ಮಲಾಯಿಕತ್ ಅದ್ರ ಉಲ್ಗ ಪೋಂಡಾರು. ಉಲ್ಗ പോയಂಕಿತ್ತ ಮಲಾಯಿಕತ್ തിരിച്ചു ಬಂಡ್ಲೆ പിറകു പോണ്ടേ ಬೇರೆ മലായിക്കത്തുങ്ങ. അപ്പൊ മലായിക്കത്തുങ്ങൾ ആദിക്ക് എത്ര ഇക്കൂന്ന് ചൊല്ലു സാധ്യമേ ഇല്ല. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർളിൻ ഖുർആൻ ചൊന്ന പോലെ അള്ളാഹു വലിയ സൈന്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ സൈന്യമാണ് മലായിക്കത്ത്. ആ മലായിക്കത്താണ് ബൈത്തുൽ മാമൂറിന്റെ ഉൾഗ പോണ്ടേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മാമൂർക്ക് ചാഞ്ഞിട്ട് ഇങ്ങനെ തെച്ചിട്ട് ഭൂമിയിൽ കഅബ ഉള്ള പോലെ ആകാശത്തിൽ ബൈത്തുൽ മാമൂറാണ്. അപ്പോൾ ആ ബൈത്തുൽ മാമൂറായ കഅബത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചാഞ്ഞി തെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങളെ ഹജ്ജിക്ക് വിളിച്ചെങ്കത്തെ നേതാവാണ് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിಗೆല്ലാരും പറഞ്ഞുകൊണ്ട് വിളിച്ചെങ്കത്തെ ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ വിളി കേട്ടെങ്കത്തെ ആൾമാരാണ് ഇന്റെ ഹജ്ജിക്ക് പോണ്ടേ. അങ്ങനെ ഹജ്ജിക്ക് പോകുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തെ മുട്ട ഇക്കൂന്ന് ചൊന്നിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം എന്താ ചൊന്നെങ്കിൽ ഞങ്ങളെ വിളിച്ച ആളല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നിങ്ങളെല്ലാവരും ബറൂൺ ചൊന്നൊരു വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഹജ്ജിക്ക് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഇല്ലാന്ന് ചൊല്ലേക്ക് അർത്ഥമുണ്ടാ? നിങ്ങളെ നാളെ നന്റെ ഔത്ത് സൽക്കാരത്തേക്ക് വിളിച്ചാൻ്റെ പേരിക്കും ഉദാഹരണത്തിന്. അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ റെഡിയായിട്ട് വന്ന് നോക്കുമ്പോൾ നന്റെ അവിടെ കാണില്ലാന്ന് ചൊന്നെങ്കിൽ അതിക്ക് അർത്ഥമുണ്ടാ? അതുകൊണ്ട് ഞങ്ങളെല്ലാരെയും ഹജ്ജിക്ക് വിളിച്ചെങ്കത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഞങ്ങൾ ഹജ്ജിക്ക് പോകുമ്പോൾ കഅബത്തെ മുട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സാന്നിധ്യിക്കും. അപ്പൊ ഏതായാലും മിക്കട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മാമൂർക്ക് ഇങ്ങനെ ചാഞ്ഞു വെച്ചിട്ട് അങ്ങനെ 7 ആകാശ കഴിഞ്ഞിട്ട് ഇനി സൂപ്പർ സ്പേസുകളുടെ വലിയൊരു പ്രയാണമാണ് ഇനി നടക്കുക പോണ്ടേ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ വിദാ ആയിട്ട് പോകുമ്പോൾ സിദ്റത്തുൽ മുൻതഹ ചൊല്ലെ വലിയൊരു അത്ഭുത വൃക്ഷത്തെ കാണുക സാധ്യമാവും. വലിയൊരു മറ. ആ മരത്തെ എല്ലാ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചു വെച്ചിട. നാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറമ്പ ആ നബി തങ്ങളെ ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ട് ഗൗരവിച്ചിട്ട് അവിടെ വലിയൊരു അലങ്കാര ആ മരത്തുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തറാണ്ട. അള്ളാഹുവെ ഈ അലങ്കാരാക്കിട. ഇണ്ട് നബി തങ്ങളെ ജന്മദിന വന്നപ്പ ഒരു 4 പോസ്റ്റർ ബത്തുവാട്ടിയെങ്കിൽ ഊടുற വഹാബിങ്ങൾ സദിക്കോ തീരില്ലേ. നബി തങ്ങളെ ജന്മദിനത്തെ പ്രമാണിച്ചിട്ട് 4 സന്തോഷ അലങ്കാരം ഞങ്ങളുടെ കെട്ടിയാണ്ടെങ്കിൽ എനിക്ക് സഹിക്കോ സാധ്യമാവില്ല. അതേ സമയത്ത് ഇത് അള്ളാഹു താല മീറാജിനാണ് ഞങ്ങൾക്ക് പടിപ്പാട്ടിയെങ്കിലത്തെ ഒരു വിഷയമാണ്. നബി തങ്ങ പറമ്പ ഗൗരവിച്ചിട്ട് അലങ്കാരാക്കി വെച്ച ആ വൃക്ഷ ആ മരവുമായി ബന്ധപ്പെട്ട് 4 പോലെ അവിടെ ഒലിക്കുന്നുണ്ട. അതിരെ ಬೇರೆ സൈഡ് അതുമായി ബന്ധപ്പെട്ടിട്ട് 4 പൊലമുണ്ട്. രണ്ട് സ്വർഗത്തിലുണ്ട്, രണ്ട് ഭൂമിയിലാണ്. ഭൂമിയിലുള്ള 2 നദിയാണ്, ഒന്ന് നൈൽ പിന്നെ ഒന്ന് യൂപ്രട്ടിസ്. അത് രണ്ടും സിദ്റത്തുൽ മുൻതഹത്തിലുണ്ട്. അതിരെ ഉത്ഭവ ആയിട്ടിക്കു അതിൽ ഈ നൈൽ നദിയുടെയും യൂപ്രട്ടിസ് നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചൊന്നെങ്കിൽ
പിന്നെ സിദ്റത്തുൽ മുൻതഹാത്തെ ഉത്ഭവമായിട്ടാണ് ഈ രണ്ട് നദി പണ്ടേ. സ്വർഗത്തിലുള്ള ബാക്കി രണ്ട് നദിയാണ് കൗസറും സൽസബീലും. കൗസറും സൽസബീലും സ്വർഗത്തിൽ ഒലിക്കിട് അതിരെ ഉഗമസ്ഥല ഈ സിദ്റത്തുൽ മുൻതഹ ആയിട്ടിക്കിടുണ്ട. അപ്പോ സിദ്റത്തിലൂടെ ബന്ധപ്പെട്ട് കിടക്കണമെങ്കിലത്തെ നദിയാണ് നെയിൽ നദിയും യൂപ്രട്ടിസ് നദിയും. നെയിൽ വലിയ അത്ഭുതത്തെ ഒരു ഇതാണ്, പിന്നെ പോലെയാണ് നദിയാണ് നെയിൽ നദി. ഖുർആനിൽ കടലുണ്ട് ചൊന്നെങ്കിത്തെ നദിരെ പറ്റി ഖുർആൻ കടലുണ്ട് പ്രയോഗമാക്കിക്കത്തെ നദിയാണ്. ഫൽ യുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ നിങ്ങളുടെ കടൽ കിടറുണ്ട് ചൊന്തു മൂസാ നബി ഉമ്മടൊട്ടിയ അവിടെ അള്ളാഹു താല പ്രയോഗമാക്കിയത് അൽ യമ്മു കടലുണ്ടാണ്. വാസ്തവത്തിൽ നെയിൽ നദിയാണ്, കടലല്ല. നദിരെ പറ്റി കടലുണ്ടാണ് ഖുർആനിൽ യൂസാക്കിയത്. അങ്ങനത്തെ വലിയ മഹത്വമുള്ളത്തെ നദി. ആ നെയിൽ നദിയുടെ തണ്ണിക്ക് വലിയ പവറുണ്ട്. വലിയ വിശദീകരിക്കണം എനിക്കൊരു വിഷയം ഞാൻ സംക്ഷിപ്താക്കിക്കൊണ്ടുള്ള. അങ്ങനെ നെയിൽ നദി അവിടെ ഒളിച്ചിട്ട് പണ്ടിട്ടാണ്. അതുകൊണ്ടായിട്ടിരിക്കും ചിലപ്പോൾ മിസ്രി പെണ്ണുങ്ങൾക്ക് വലിയ സൗന്ദര്യമായിട്ടാ ചില ഈജിപ്ത് പെണ്ണുങ്ങൾക്ക് നെയിൽ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിട്ടിരിക്കും അങ്ക് വലിയ സൗന്ദര്യമുള്ള. ഈജിപ്തിൽ ഉള്ള മൊത്ത ആൾമാർ അവലംബിക്കണമെങ്കിലത്തെ നദിയാണ് അങ്ക് തന്നി സറബറാജ് അവിടെ ഈ നെയിൽ നദിരെ. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തെങ്കിലത്തെ രാജാവും മൊക്കൌക്കിസ് രാജാവും അയാളും ഈജിപ്തിലെ ആളും. വലിയ വലിയ മഹാന്മാർ ഉള്ളെങ്കിലത്തെ ഒരു കേന്ദ്രമായിട്ടിക്കിട് ഈജിപ്ത്. അവിടെയാണ് നെയിൽ നദി ഉള്ളത്. ആ നെയിൽ നദിയുടെ തണ്ണിക്ക് വലിയ മഹത്വമാണ്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈന അസ്വാബിഇൻ നബിയിൽ മുത്തബഅ. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള തണ്ണി ഏതുണ്ട് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈബെരലിന്റെ ഇടയിൽ ബന്ധങ്കിത്ത തണ്ണി. യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു. രണ്ടാമത്തെ സ്ഥാന സംസം തണ്ണിക്ക്, മൂന്നാമത് കൗസർ തണ്ണിക്ക്. പിന്നെ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു വനീലു മിസ്ര. നാലാമത്തെ സ്ഥാന മിസ്റിലുള്ളത്തെ നൈൽ നദിയുടെ തണ്ണിക്ക് നാലാമത്തെ സ്ഥാന. സുമ്മ ബാക്കിൽ അൻഹുറു. പിന്നെ ബാക്കി തണ്ണി അഞ്ചാമത്. ബാക്കി എല്ലാ തണ്ണിയും സെയിം. നാലാമത്തെ സ്ഥാനാണ് മിസ്റിലുള്ളത്തെ നൈൽ നദിക്ക്. അപ്പൊ ഇത് കിട്ടോ കാരണം ഈ നൈൽ നദി സിദ്റത്തുൽ മുൻതഹാച്ചുള്ള ആ മഹത്വം ഉള്ളത്തെ മറവുമായി ബന്ധപ്പെട്ട് കിടക്കണമെങ്കിലത്തെ പോലെ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനമുള്ള. ഇൻഷാ അല്ലാഹ് ഇനി അപ്പുറ സൂപ്പർ സ്പേസ് ഉള്ള വലിയൊരു പ്രയാണാണ്. അള്ളാഹുമായുള്ള സംഭാഷണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോണ്ടേ. ഇഫാദ ഹദീസ് ക്ലാസ് 48. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജ് യാത്ര അങ്ങനെ 7ാമത്തെ ആകാശത്ത് സിദ്റത്തുൽ മുൻതഹ കടന്നപ്പോൾ നബി തങ്ങളൊട്ടിಗೆ ഇത്രത്തോളം ഗൈഡായിട്ട് നിണ്ടെങ്കിലത്തെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ യാത്രയുടെ ഇടക്ക് വലിയ സംഭവം നടക്കട്. ഇൻഷാ അല്ലാഹ് അത് നെക്സ്റ്റ് നമുക്ക് ഒരു ഹദീസിൽ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മിഅ്റാജെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിത്യാണ്ട് പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വിഷയത്തെല്ലാം വിശദീകരിക്കുക. അത് മിഅ്റാജിലെ ജാവുക നടന്നെങ്കിലത്തെ വിഷയമാണ്. അതിപ്പോൾ വിശദീകരിക്കുക ടൈമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയൊർക്ക് അത് വിശദീകരിക്കാം, നീണ്ട ഹദീസ്. അപ്പോൾ ഏതായാലും 7ാമത്തെ ആകാശ സിദ്റത്തുൽ മുൻതഹ എല്ലാം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു ഇനി അപ്പുറ പറഞ്ഞു നക്ക് പെർമിഷൻ ഇല്ല. ഹത്താ ലിബഹിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫി സത്തിഹി റുഅബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ല അലൈക മുസല്ലിമൻ തസ്ലീമ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു നബിയെ ഇനി അപ്പുറ പറഞ്ഞു നക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങ പോറു, നിങ്ങൾ യാതും പേടിക്കണ്ട, അള്ളാഹുടെ കാണറു. അള്ളാഹുഗു സ്ഥലത്തമ കാലത്തമ ആവശ്യം ഉണ്ടു നങ്ങ ഇവിടെ ಬೇರಿಕೋ തീറ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാലത്തമ സ്ഥലത്തമ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മിഅ്റാജികളെ വെളിപ്പാട്ടിട്ട് ഒരു എവിടെ ഒരു അപ്പുറ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ചൊന്ന ഹലത്തുൽ ഖുദുസ് ചെല്ല സംശുദ്ധമായ ഒരു സന്നിധാനാണ്ട് അത്രേ നമുക്ക് ചെല്ല. ഇന്ന ഒരു നിശ്ചിത ജാഗയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നാണ്ട് ചൊല്ലു സാധ്യമില്ല. സുബ്ഹാന അത് അള്ളാഹുടെ ഇഷ്ട. അള്ളാഹു നബി തങ്ങൾ ഒരു ജാഗയ്ക്ക് വിളിച്ച നബി തങ്ങൾക്ക് ജാഗ വേണു. അതേ സമയത്ത് അള്ളാഹു ഇന്നൊരു ജാഗയിൽ ഇന്നാണ് ചൊല്ലകു നമുക്ക് സാധ്യമാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ കണ്ടെത്ത് അങ്ങനെ നബി തങ്ങൾ ഒരു സൃഷ്ടിയല്ലേ, നബി തങ്ങൾ തെക്കോകു നിക്കോകു ഒരു ജാഗ പോണു. അങ്ങനെ ഏതായാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുക അപ്പുറ പോണുകില്ല. അപ്പോൾ ജിബ്രീലാട്ടി ഏറ്റവും വലിയ സ്ഥാനാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന ഫമിൽ അനിഷിഖാഖി. ബഹുമാനപ്പെട്ട ഇമാമീങ്ങ നമുക്ക് പഠിപ്പാട്ടിയതുപോലെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മഹത്വമുള്ളത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അങ്ങനെ അവിടെ പോയിട്ട് അള്ളാഹുടെ ടീമുണ്ട് ഹബീബും വ മഹ്ബൂബുൻ വ സാഅത്തു ഖൽവത്തി. ബഹുമാനപ്പെട്ട വിത്രിയത്തിൽ ചെന്ന പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്ര ഇന്നിട്ട്
സംസാരിക്കണമെങ്കിൽ ഒരു അത്ഭുതമായ ഒരു അവസ്ഥ അതിൽ നിങ്ങൾക്ക് യാറെ വിവരിക്കുകയോ വർണ്ണിക്കുകയോ സാധ്യമാവില്ല. അങ്ങനെ 50 വക്ത് നിസ്കാര ഫറലാക്കിയിട്ട് ഇതെല്ലാം നമുക്ക് ഒന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ടാകുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഷഫാത്തിലൂടെ ഒലിമ്പോട്ടം മടങ്ങിപ്പോയിട്ട് 5 വക്താക്കിയിട്ട് 5 വക്ത് 50 വക്തിൻ്റെ പ്രതിഫലമേ കിട്ടു. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സഹായം കൊണ്ടാണ്, മരിച്ചുപോയ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സഹായം കൊണ്ടാണ് ഇന്ന് മരിച്ചുപോയങ്ങൾക്ക് സഹായിക്കൂ തീരാനുള്ള ആൾമാരും ആ സഹായത്തെ അനുഭവിച്ചുകൊണ്ടുള്ളാർ. അപ്പോൾ ഏതായാലും 5 വക്ത് നിസ്കാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ജാവുകയെ തിരിച്ചെത്തിയിട്ട് ഇസ്രാ മിഅ്റാജ് സംഭവത്തെ ഒരാൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ ഏതൊരു മുസ്ലിമും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചെന്നു പോവാം. അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും ചൊന്നു കൊടുത്തപ്പോൾ കുറേ ആൾമാർ നബി തങ്ങളെ നിസാറാക്കിയാറ്. ആരും വിശ്വസിക്കുക റെഡിയായില്ല. അബൂജഹലും ബാക്കിയുള്ള ആൾമാരെല്ലാം ടെസ്റ്റാക്കുക തുടങ്ങിയാറ്. മിറാജിന്റെ വിഷയിക്കട്ട് മക്കത്തെ മസ്ജിദുൽ അക്സത്ത് പോകണു 2 തിങ്കൾ ടൈം വേണം. അവിടെ ഒരു 5 മിനിറ്റിൽ പോയി അല്ലെങ്കിൽ 10 മിനിറ്റിൽ പോയി വന്നതെന്ന് ചൊന്നത് ഞങ്ങളെ കൊണ്ട് നമുക്ക് സാധ്യമാവുള്ള എന്ന് ചൊന്നിട്ടു അവിടെ മസ്ജിദുൽ അക്സത്ത് പോയ ആൾമാർ ചെമ്മ ഇന്നാറ് ഞങ്ങളെ കൂട്ടത്തിൽ യാത്രക്ക് പോയേണ്ടി പിന്നെ കച്ചവടത്തിന് പോയേണ്ടി ഞങ്ങൾക്ക് എത്ത ആൾമാർ അങ്ങനെ കേട്ടാറ് മസ്ജിദുൽ അക്സത്ത് എത്ര കണ്ടിയുണ്ട് എത്ര വായിലുണ്ട്. സാധാരണ ഒരു പക്ക യാത്ര പോയെങ്കിലത്തെ ആള് അയാൾ അവിടെ കണ്ടി അവിടെ ബായിലെല്ലാം എണ്ണ നിൽക്കില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സോപ്പാട്ടൊന്നും ചൊല്ല ഉദ്ദേശത്തിൽ ഇങ്ങനെ എന്താക്കി അറിച്ചെന്നെങ്കിൽ അവിടെ എത്ര കണ്ടിയുണ്ട് എത്ര ബായിലുണ്ട് ഞങ്ങളെ റായത്തെ ഇന്നെങ്ങനത്തെ ആൾമാർ യാത്ര പോയിടാറ് ഞങ്ങളെ നിങ്ങളെ കണ്ടറാണ്ടെല്ലാം കേട്ടപ്പോൾ നബി തങ്ങൾ കറാറുവക്കായി ശരിക്കും ചൊന്തുക ഇന്ന യാത്രാ സംഘം ഇന്ന ജാഗലുണ്ട് ഇന്ന ടൈമിൽ അങ്ങോട്ടേക്ക് എത്രാറ് മസ്ജിദുൽ അക്സത്തെ നബി തങ്ങളെ മുന്നോൾ കൊണ്ടുവന്നിട്ട് അള്ളാഹു താല നബി തങ്ങളെ ഹദീസിലേ ഉണ്ട് നൻ്റെ മുന്നോളു ഹിജിർ ഇസ്മായിൽ ഞാൻ നിൻ്റെപ്പം നൻ്റെ മുന്നോൾക്കു മസ്ജിദുൽ അക്സത്തെ അള്ളാഹു കൊണ്ടുവന്ന് കാട്ടിയ ಅದಕ್ಕೆ എത്ര കണ്ടിയുണ്ട് എത്ര ബായിലുണ്ട് അതിലെ എല്ലാ ರೂಪവും ഞാൻ എനിക്ക് വിശദീകരിച്ചു കൊടുത്തേ. പക്ഷെ അങ്ങ് അത് നമുക്ക് തയ്യാറായില്ല. അങ്ങ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒട്ടിಗೆ പോയി ചെന്നാറ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്ത് ചൊന്നെങ്കിലും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിദ്ദീഖിയുടെ ബദലാക്കുകയോ ചേഞ്ച് ആക്കുകയുള്ള നല്ലൊരു അവസരമാണ് ചൊന്നിട്ട് എല്ലാവരും ഓടിപ്പോയി ചെന്നാറ്. നിന്റെ നേതാവ് നിന്റെ ചങ്ങായി മുഹമ്മദ് ഇങ്ങനെ ചൊന്നോണ്ടുണ്ടു ഇന്നലെ ജാവുക അയാൾ ഉടവിടെ ഇങ്ങനെല്ലാം പൊയ് വന്നൂല ഇതെല്ലാം നടക്കുന്ന വിഷയമാണ് അവിടെ പോകേണ്ട വിഷയമല്ല ചൊല്ലണായി ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുവാറാണ് ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചൊന്ത ഒക്കു അയാൾ ചൊന്തു. അങ്ങനെ ചൊന്തുണ്ടായെങ്കിൽ ഞാനത് വിശ്വസിച്ചാൻ ചൊന്നിട്ടു. ഒന്നാമതായി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിശ്വസിച്ചിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന് ആ പേര് വന്നു. സിദ്ദീഖ് വാസ്തവമാക്കണമെങ്കിൽ സത്യമാക്കണമെങ്കിൽ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ചെന്നെങ്കും അത് ശരിക്കും അപ്പടി വിശ്വസിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആളാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്രാ മിഅ്റാജിൻ ചൊല്ലെങ്കിൽ ഈ അത്ഭുത സംഭവ പരിശുദ്ധമായ റജബ് തിങ്കളിലെ 27ാമത്തെ ജാവുലാണ് നടന്നരെ. പരിശുദ്ധ ഖുർആനാണ് നമുക്കത് വിശദീകരിച്ച് തന്നരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് പഠിപ്പാട്ടിരെ. ഇത് നബി തങ്ങളെ കൊണ്ട് ചെയ്യുകൂ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധ്യ ഏത് സൃഷ്ടികളെയും ഏത് രൂപത്തിലും അങ്ങളെ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിൽ സാധ്യ. അതുകൊണ്ട് ഇത് നിഷേധിക്കണമെങ്കിൽ താഴ്മാർ ഞങ്ങൾ ആവുക തീറ. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ നമുക്ക് ഈ ഇസ്രാ മിഅ്റാജിലൂടെ അറിയാം. ലോകത്ത് ഖിയാമത്ത് നാളത്തോടെ എങ്ങനത്തെ അത്ഭുതം കണ്ടുപിടിക്കണമെങ്കിൽ താഴ്മാർ വന്നെങ്കിലും ഏത് ടെക്നോളജിയുടെ ആൾമാർ വന്നെങ്കിലും നബിത്തങ്ങളെ പിറകത്തെ അങ്ങ് നിൽക്കണോടു എല്ലാവർക്കും നബിത്തങ്ങ ഇമാമായിട്ടിക്കല്. അതുകൊണ്ടാണ് ഈ ഒരു അത്ഭുത സംഭവത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിക്കാട്ടറ്. എങ്ങനത്തെ ഞങ്ങൾ എത്ര ദൂരം യാത്ര പോയാൽ എങ്ങനത്തെ സ്പീഡുള്ള വാഹനത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചാണ്ട് ഏത് സയൻറ്റിസ്റ്റ് വന്ന് ചെന്നെങ്കും ഞങ്ങൾക്ക് അങ്ങളെ മുന്നോളൂ ഒരു സോലും ഇല്ലാണ്ട് ഒരു തലബഗ്വാട്ടാണ്ട് ചെല്ല ഞങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു സൗകര്യവും ആധുനിക അഭിവൃദ്ധി എന്തുമില്ലാത്ത കാലത്തിൽ നിങ്ങൾക്കാർക്കും ആക്കുക സാധ്യമില്ലാത്ത അത്ഭുതം ആക്കി കാട്ടിയത്. അതാണ് ഇസ്രാ മിഅ്റാജുള്ള ഈ അത്ഭുത സംഭവത്തിലൂടെ ഞങ്ങൾക്ക് ലോകത്തൊട്ടിಗೆ കൊടുക്കുകയുള്ളെങ്കിൽ സന്ദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രാ മിഅ്റാജിൻ്റെ വിഷയം ഞങ്ങൾ പഠിക്കണം. ഒന്ന് രണ്ടാമതായി ഞങ്ങളെ നിസ്കാരത്തെ വാർഷികവും കൂടി ആയിട്ട് നിസ്കാര ഇസ്രാ റജബ് തിങ്കൾ അങ്ങനെ ഇസ്രാ മിഅ്റാജിൻ്റെ പിറ്റാണ്ട് ലുഹുർ നിസ്കാരമാണ് ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് ലുഹുർ ആദ്യമായിട്ട് വെളിവായെങ്കത്തെ നിസ്കാര ലഹറ അങ്ങനെയാണ് ലുഹുറിന് പേര് വന്നത്. നിസ്കാരത്തെ ರೂಪೆಲ್ಲ ನಬಿ ತಂಗಲ್ಲ ಜಿಬ್ರೀಲ್ ಅಲೈಹಿಸ್ಸಲಾಂ ಬಡಿಪಾಟಿ ಕೊಡ್ತಿತ್ತು. ಉಲೂಡ ರೂಪೆಲ್ಲ ಬಡಿಪಾಟಿ ಕೊಡ್ತಿತ್ತು. അങ്ങനെ പിറ്റാണ്ട് ലുഹുർ മുതൽക്ക് നിസ്കാരം നിർബന്ധമായിട്ട്. അതുകൊണ്ട് റജബുടെ ഈ തിങ്കളിൽ ഇസ്രാ മിഅ്റാജിലെ സന്ദേശം ഞങ്ങൾ കേൾക്കുമ്പോൾ നിസ്കാരം കലാക്കണമെങ്കിൽ താഴ്മാർ ഞങ്ങൾ ആയിപ്പോണു തീര. നിസ്കാരത്തെ വാർഷികവും കൂടിയാണ് റജബ് 27 ചൊല്ലത് ഞങ്ങൾക്ക് ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ഇസ്ലാമിൻ്റെ ഇൽമു പഠിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാം തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.